ഈ വ്ളോഗ് ഇടാൻ കുറച്ചധികം ലേറ്റ് ആയെന്ന് എനിക്കറിയാം. പിന്നെ വീഡിയോസൊന്നും എൻ്റെ കൈക്കില്ലല്ലോ, എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്തേന്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു മെമ്മറി ആയിട്ട് ഇതെടുത്ത് നോക്കല്ലോ എന്ന് കരുതിക്കാണ്ട് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഞങ്ങളുടെ ബിരിയാണീൻ്റെ പരിപാടിയൊന്നും ഇല്ലേന് കേട്ടോ. ബിരിയാണി ഞങ്ങൾ പേഴ്സിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കേനെ. കാരണം ഇത് കൂടെ എന്തായാലും സമ്മതിക്കില്ല ബിരിയാണി ഒന്നും ഉണ്ടാക്കാൻ. എനിക്ക് എപ്പോഴും ഇങ്ങനെ മേത്ത് തരേണ്ടി വരും. അതുകൊണ്ട് ഞങ്ങൾ പാഴ്സൽ വാങ്ങാമെന്നാണ് കരുതിയത്. പിന്നെ അതുമല്ല, എല്ലാവരും എത്തുമ്പോഴത്തേനും ചോറാവണം. എന്തായാലും നേരം കൊണ്ട് ഞങ്ങൾക്ക് ഫുഡ് റെഡി ആവലുണ്ടാവില്ല കരുതിക്കാണ് ഞങ്ങൾ പാർസൽ വാങ്ങിക്കേനെ. പിന്നെ വരുന്നവർക്ക് ഞങ്ങൾ മാംഗോ ജ്യൂസ് അടിക്കാമെന്നാണ് കരുതിയത്. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിൽ ചിക്കൻ പൊരിയാണ്, ബീഫ് ബിരിയാണി ചിക്കൻ പൊരി നമ്മൾ വീട്ടിലുണ്ടാക്കിയൊക്കെ ചെയ്തത്. രാവിലെ തന്നെ ഭയങ്കര മഴയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ പള്ളിക്ക് പോകണവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായേ. പിന്നെ ഈ സബുനയിൽ എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ മാംഗോ സാഗോല്ലേ, അതാണ് ഉണ്ടാക്കാൻ കഴിക്കുന്നത്. ഞാൻ അതുണ്ടാക്കാനും വേണ്ടിക്കാണ്ട് സബുനയിൽ കേൾക്കാൻ നമ്മൾ അടുപ്പത്തെ വെള്ളത്തിൽ ഇട്ടിക്കുകയും ചെയ്തത്. എന്നാൽ ചിക്കൻ പൊരിക്കണ കൂട്ടത്തിൽ അതും ഒന്ന് വെന്തോളൂന്ന് കരുതി. എന്താ അറിയില്ല, പണ്ടത്തെ മാതിരിയൊന്നും പെരുന്നാളൊന്നും എൻജോയ് ചെയ്യാൻ കഴിയണില്ല. നമ്മൾ ചെറിയ കുട്ടിയാകുമ്പോൾ രാവിലെ നീച്ചിന് മീലാഞ്ചി ചോദിച്ചു നോക്കണേ, വെളിച്ചെണ്ണ തേച്ച് കാത്തിക്കണേ, അങ്ങനെയൊക്കെ ഓരോന്നേനല്ലോ. അപ്പോൾ നമുക്ക് അതിനൊന്നും നേരില്ല. കാരണം അടുക്കളയിൽ തന്നെ പണിയുണ്ടാവും. പിന്നെ നമ്മളെ മക്കളെ കാര്യങ്ങൾ നോക്കാണ്ടാവും. ഇത് കുട്ടീനെ പള്ളിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങ കേട്ടോ, കുളിച്ച് മാറ്റിക്കാണ്ട്. ഈ പെരുന്നാൾക്ക് ഓനക്കും വേണമല്ലോ പള്ളിക്ക് പോവാം. അപ്പം ഓനോട് പോയിക്കോട്ടെ എത്തിയേ. അതിങ്ങനെ ഓരോന്നും പറയാൻ എന്നോട്, പാർക്ക് പോവാണ് ബീച്ചിൽ പോവാണെന്നൊക്കെ. ആ സന്തോഷത്തിലിങ്ങനെ തുള്ളിച്ചാടി നടക്കാട്ടോ ഓനെ. ഓനെ ഡ്രസ്സ് മാറ്റാൻ തന്നെ കുറേ ടൈം എടുക്കും. കാരണം ഓൻ കുറേ അങ്ങോട്ട് വണ്ടി ഇങ്ങോട്ട് വണ്ടി. ഓനെ നമ്മളെ പറഞ്ഞാൽ പിടിച്ചിട്ട് നിൽക്കില്ലല്ലോ. ഓനിക്ക് ഈ ഒരിക്കലും പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് വലിയ നാളാണ്. ഭയങ്കര ഇഷ്ടട്ടോ പുറത്തൊക്കെ പോകാൻ. ഏതായാലും ഓനെ മാറ്റി കൊടുത്ത്. പിന്നെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അന്നേരം അകടിച്ച് തരാണ്ടേനി, തുടക്കാണ്ടേനി, ഒരു പരിപാടിയും കഴിഞ്ഞില്ലേനി. പിന്നെ ഇവരെ പള്ളിക്കറിഞ്ഞതിന് ശേഷമാണ് അകടിച്ച് തരലും തുടക്കലൊക്കെ കഴിഞ്ഞത്. കുറേ ക്ലിപ്സ് ഈ വീഡിയോയിൽ ആഡാക്കാണ്ടേനി. ഒന്നാമതെന്താ വെച്ചാൽ വിരുന്നാർ വരലും പിന്നെ ഓരോ താക്കലും നോക്കലൊക്കെ ആയതുകൊണ്ട് കുറേ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. പിന്നെ വീഡിയോ എടുക്കാനുള്ള കാര്യം ഞാൻ തന്നെ മറന്നു. ഇനി ഈ രാവിലത്തെ കുറച്ച് വിഷ്വൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ മാറ്റലും അതേപോലെ തന്നെ ബിരിയാണി കൊണ്ടുവരുന്നതും അത് റെഡിയാക്കണതും അങ്ങനെ കുറച്ച് വിഷ്വൽസ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഈ വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കുമ്പോൾ ഒന്നാമത് നമ്മളിങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കണത്. വീഡിയോക്ക് വേണ്ടിയാണ് വോയിസ് ഓവർ ഇങ്ങനെ കൊടുക്കണത്. അപ്പോൾ എന്താ പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ലേ കാര്യം പിന്നെ ഞാൻ ഇതിലൂടെ പറയട്ടോ. തെറ്റിനെങ്കിൽ ക്ഷമിക്കണം. ഒരു ബിഗിനറാകുമ്പോൾ പിന്നെ അങ്ങനെയാണല്ലോ. പിന്നെ ഇങ്ങനെ റെഡി വരികയെന്ന് കരുതണേ. പിന്നെ ആരെങ്കിലും വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ തെറ്റുകളുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. ഇവനെ മാറ്റി കഴിഞ്ഞാൽ പിന്നെ പിന്നെ വേഗം എനിക്ക് പോകേണ്ടി വരും. അവന് പോകാനും വേണ്ടി എല്ലാവരും മാറ്റിനോ ആക്കിനോ എന്നൊക്കെ നോക്കി തീർക്കണം കേട്ടോ. അങ്ങനെ അവൻ്റെ പരിപാടിക്ക് ഷടപ്പെടാമെന്നിങ്ങനെ തീർക്കുകയാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ ഇപ്പൊക്കെ കുളിച്ചതിന് മുമ്പ് നീച്ച് പോയി കുളിച്ചലും മുടിയാരലും പുതിയ ഡ്രസ്സ് എടുക്കലും അയലക്കത്തെ കോവിലൊക്കെ ഒരു ഓർമ്മ. ഇപ്പം പിന്നെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്ക് പോകല്, ഓല് ഇങ്ങോട്ട് വരല്, അങ്ങനെ കുറേ നല്ല നല്ല മൊമെൻറ്റ്സ് ഉണ്ട്. പെരുന്നാളൊക്കെ വരുമ്പോൾ നമുക്ക് ആലോചിക്കാനില്ലേ. ഇനിയിപ്പോൾ അതൊന്നും നടക്കില്ലല്ലോ. ഇപ്പം നമ്മൾ തൽക്കാലം ഇതിലൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിങ്ങനെ പോവുക, അത്ര തന്നെ പറ്റുള്ളൂ. ഞാനൊക്കെ ചെറിയ കുട്ടിയായിരുന്നു പെരുന്നാൾക്ക് എടുത്ത ഡ്രസ്സൊക്കെ എത്ര വട്ടം നോക്കുമോ. ചെരുപ്പും ഡ്രസ്സും ഇട്ടൊക്കെ ഊരക്ക അതന്നെ ഒരു പരിപാടി ഇല്ലേ. അങ്ങനെയൊക്കെ ഒരു കാലം. പിന്നെ എന്നാലും ഇവനെ മാറ്റി കൊടുത്ത് ഇവന് വേഗം ഇറങ്ങിക്കണം മുറ്റത്തേക്ക്. പിന്നെ ഫോട്ടോ എടുക്കാൻ നിന്ന് തരുന്ന പരിപാടിയും. പിന്നെ എല്ലാവരോടും സലാം പറഞ്ഞ് ഇറങ്ങാൻ നിൽക്കട്ടോ അവനെ. അങ്ങനെ ഓൻ പള്ളിക്ക് ഞാൻ വേഗം അകടിച്ചേരി തുടക്കലും കുളിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ഫുഡും കൊണ്ടുവന്ന്. നമ്മളിവിടെ അടുത്തുള്ള സി സ്റ്റാർ ഹോട്ടലുണ്ട് മീറാട്, അവിടെ നിന്നാണ് ഫുഡ് ഏൽപ്പിച്ചിരുന്നത്. നല്ല ബീഫ് ബിരിയാണി ആണ് കേട്ടോ.
അങ്ങനെ അതൊക്കെ പൊട്ടിച്ച് പിന്നെ അതേപോലെ ഇത് വേണ്ടിയിട്ടുള്ള അവിടെ ലേസ് തന്നുണ്ടേ. എല്ലാ വിഷ്വൽസും കുറച്ച് ചേർത്താണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ബീഫ് വേറെയും റൈസ് വേറെയൊക്കെ ആക്കി തരം തിരിക്കട്ടോ. നല്ല അടിപൊളി ബിരിയാണിയാണ്, ഒരു രക്ഷയിലാണ്, സൂപ്പർ ബിരിയാണിയാണ്. നിങ്ങളെ വീട്ടിലൊക്കെ എന്തേനി ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ അതേപോലെ നമ്മൾ ചിക്കൻ പൊരിച്ചതും ബീഫ് ബിരിയാണിയും ഒക്കെ ആയി നമ്മൾ വന്ന് ഫുഡ് കഴിച്ച്. ഏത് കുട്ടിനും നമ്മളെ പെരുന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ. പിന്നെ പെരുന്നാളാകുമ്പോൾ നമ്മളെല്ലാവരും കൂടി കുടുംബക്കാർ ഇതിനിടയ്ക്ക് നമ്മളെ വീട്ടിലേക്ക് കുറേ കുടുംബക്കാരൊക്കെ വന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് ഒലിക്ക് വെള്ളം എടുത്ത് കൊടുക്കുന്നുണ്ട്, നമ്മൾ ഫുഡ് കഴിക്കേണ്ടത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ നല്ല ഫോട്ടോസൊക്കെ എടുക്കാനും വേണ്ടിക്കാണ്ട് പുറത്തിറങ്ങിയ ഇതിൻ്റെ മിലുമോളാട്ടോ. പിന്നെ എൻ്റെ വീട്ടുകാരെ വന്ന് പിന്നെ ഞാനും കൂടെ വീട്ടിലേക്ക് വന്ന് വീഡിയോസൊക്കെ പിന്നെ അവിടെ സ്റ്റോപ്പായേ.